വായ്പ എടുക്കുമ്പോൾ സംരംഭകർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട്. അതിനായി പല രീതിയിലും നമുക്ക് പണം സംഘടിപ്പിക്കാം. സ്വന്തം സമ്പാദ്യം, പങ്കാളികളുടെ ഷെയർ, പൊതുജനങ്ങളിൽ നിന്നുള്ള ഷെയർ, സ്നേഹിതരുടെയും കുടുംബാംഗങ്ങളുടെയും സമ്പാദ്യം, വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുക, അങ്ങനെ പല പല രീതികളുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം പുറമെ ബാങ്ക് വായ്പയാണ് പ്രധാനമായും സംരംഭകർ ആശ്രയിച്ചു വരുന്നത്. ബാങ്ക് വായ്പകൾ ബാധ്യത ആകാതിരിക്കാൻ ഏതാനും കാര്യങ്ങൾ മുൻകൂട്ടി പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. സംരംഭം തുടങ്ങി ആദ്യ വർഷങ്ങളിലാണ് പല സംരംഭങ്ങളും പൂട്ടിപ്പോകേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഒഴിവാക്കാൻ സംരംഭകർ വായ്പ എടുക്കുമ്പോൾ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തുടക്കത്തിൽ തന്നെ ഒന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള ആശയങ്ങൾ തുടർച്ചയായി കാണുന്നതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. ഒന്നാമതായി NPA ആകാതെ നോക്കുക. ആദ്യമായി വായ്പ എടുക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ തുക എത്രമാത്രം കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാനായിട്ട് നോക്കണം. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന് മാത്രമുള്ള വായ്പയെ എടുക്കാവൂ. പലപ്പോഴും വായ്പ കിട്ടുമെങ്കിലും കൊട്ടേഷനിൽ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായ്പാ തുക പരമാവധി വലുതാക്കാൻ മിക്കവരും ശ്രമിക്കാറുണ്ട്. അതിൽ കെട്ടിട നിർമ്മാണം, ആവശ്യമില്ലാത്ത കൺസ്യൂമേഴ്സ് എന്നിവയ്ക്ക് കൂടി വായ്പ എടുക്കാനായിട്ട് നോക്കരുത്. അത് നല്ലതല്ല. മെഷീനറി, പ്രവർത്തന മൂലധനം എന്നിവയ്ക്ക് പരമാവധി വായ്പ സ്വീകരിക്കുന്നതാണ് നല്ലത്. അതിന് വരുന്ന മാസത്തവണകൾ മുതലും പലിശയും അടക്കം കൂടുകയും തവണ മുടങ്ങാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുപോലെ വായ്പ തുക കൂടുന്നതനുസരിച്ച് കൊടുക്കേണ്ടി വരുന്ന പലിശ, എടുക്കുന്നതിന് വേണ്ടി വരുന്ന മറ്റു ചിലവുകൾ എന്നിവയും കൂടും. ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന വരുമാനമനുസരിച്ച് മാസത്തവണകൾ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യ വർഷങ്ങളിൽ സംരംഭത്തിൽ നിന്നുള്ള വരവ് തീരെ കുറവായിരിക്കുന്നതിനാൽ മാസത്തവണ മുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അത് കണ്ടുകൊണ്ട് അല്പം പണം നേരത്തെ പറഞ്ഞ മറ്റു രീതികളിൽ, അതായത് സ്വർണം പണയം വെച്ചോ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റ് കുടുംബ സമ്പാദ്യമോ കരുതി വെക്കേണ്ടതാണ്. ഒരു മാസവും മാസത്തവണ മുടങ്ങാതെ അടയ്ക്കാൻ നോക്കണം. അടയ്ക്കണം. കാരണം നമ്മുടെ ലോൺ അക്കൗണ്ട് NPA, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ് ആക്കരുത്. 3 മാസത്തെ മാസത്തവണ മുടങ്ങുമ്പോഴാണ് NPA എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സിബിൽ റിപ്പോർട്ടിനെ ബാധിക്കുകയും പിന്നീട് ലോൺ കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യും. രണ്ടാമതായി കൊളാട്രൽ വെച്ച് ലോൺ എടുക്കുക എന്നതാണ്. 10 ലക്ഷം രൂപ വരെയുള്ള സംരംഭ വായ്പകൾക്ക് കൊളാട്രൽ ഒന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ 1.5 കോടി രൂപ വരെ ഇങ്ങനെ വായ്പ അനുവദിക്കാൻ ബാങ്കുകൾക്ക് അധികാരമുണ്ട്. ഇങ്ങനെ വായ്പ എടുക്കുമ്പോൾ, അതായത് കൊളാട്രൽ ഇല്ലാതെ, സംരംഭകർ അധിക ഫീസ് നൽകേണ്ടി വരാറുണ്ട്. സാധാരണയായി വായ്പയുടെ 1% തുക ഫീസ് നൽകണം. കൂടാതെ വർഷാവർഷം പുതുക്കാൻ ഫീസ് നൽകണം. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 0.75%, അതിനു മുകളിൽ 0.85% ഈ രീതിയിൽ പുതുക്കാൻ ഫീസ് നൽകേണ്ടത്. ഓരോ വർഷവും ബാക്കി നിൽക്കുന്ന തുകയ്ക്ക് ഇതുപോലുള്ള ഫീസ് നൽകുകയും വേണം. ഇത് തികച്ചും ഒരു അധിക ബാധ്യതയാണ്. ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിൻ്റെ സേവനം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഫീസ് നൽകേണ്ടി വരുന്നത്. കൊളാട്രൽ വെച്ചാൽ മിക്ക വായ്പകൾക്കും ഗണ്യമായ പലിശ നിരക്കിൽ കുറവും കിട്ടും. ആയതുകൊണ്ട് ഇത് ഒഴിവാക്കാനും കൊളാട്രൽ വെച്ച് തന്നെ ലോൺ എടുക്കാനും ശ്രദ്ധിക്കുക. മൂന്നാമതായി സബ്സിഡി വായ്പകൾക്ക് ആദ്യം മുൻഗണന നൽകുക. NBCയിൽ നിന്ന് പെട്ടെന്ന് വായ്പകൾ ലഭ്യമാകുമെങ്കിലും സർക്കാർ സബ്സിഡിക്ക് വേണ്ടത്ര പരിഗണന പലപ്പോഴും നൽകാറില്ല. നമ്മുടെ പേപ്പറുകൾ ശരിയാക്കാനും അത് എന്തൊക്കെയാണെന്നും സർക്കാർ ഓഫീസുകളിൽ നിന്നും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ കൃത്യമായി പറഞ്ഞു തരാറില്ല. ഞാൻ ആദ്യമായി ഒരു ടാക്സി കാർ വാങ്ങുന്നതിനായി ലോൺ സാങ്ഷനാക്കാൻ 5 മാസത്തോളം നടന്നിട്ടുണ്ട്. നമ്മുടെ അജ്ഞതയും ചിലപ്പോൾ ഒരു കാരണമാകാറുണ്ട്. തുടക്കത്തിൽ ലഭിക്കുന്ന സബ്സിഡിയും പിന്നീട് ലഭിക്കാവുന്ന സബ്സിഡികളുമുണ്ട്. തുടക്കത്തിൽ മാസത്തെ വായ്പാ തിരിച്ചടവ് സബ്സിഡി മൂലം നടക്കുമെങ്കിൽ അത് സംരംഭകർക്ക് വലിയ ആശ്വാസമായിരിക്കും. വ്യവസായ വകുപ്പിൽ നിന്നും പലപ്പോഴും എടുക്കുന്ന ആളിൻ്റെ
അതായത് പുരുഷനോ സ്ത്രീയോ എന്നതനുസരിച്ചും റൂറൽ അർബൻ എന്നതനുസരിച്ചും സബ്സിഡി 25 മുതൽ 35% വരെ ലഭിക്കും. അതിനായി EDP കോഴ്സ് അറ്റൻഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രം മതി. പലരും ഈ ഒരു ചെറിയ കാര്യം പോലും സമയത്ത് നൽകുന്നതിൽ വിമുഖത കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു സംരംഭകനാണെന്ന തിരിച്ചറിവിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം. 4-മതായി പലിശ താരതമ്യം ചെയ്യുക. എടുക്കുന്ന അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന തുക, മാസ തിരിച്ചടവ്, അടയ്ക്കേണ്ടുന്ന മാസം എന്നിവ കൃത്യമായി നോക്കി വിവിധ ബാങ്കുകളുടെ വായ്പകളുമായി ഒരു താരതമ്യ പഠനം നടത്തുക. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ എങ്ങനെ വായ്പ സംഘടിപ്പിക്കാം എന്ന ചിന്തയോടെ വേണം ബാങ്കുകളെ സമീപിക്കാൻ. പലിശ നിരക്കുകൾ പല സ്ഥാപനങ്ങളിലും വ്യത്യാസമുണ്ട്. NBCയിൽ നിന്ന് ചുരുക്കം ചില ഡോക്യുമെൻറ്റുകളുടെ സഹായത്താൽ പെട്ടെന്ന് വായ്പകൾ ലഭിക്കുമെങ്കിലും അവിടെ ഉയർന്ന പലിശ നിരക്കായിരിക്കും. 10 ലക്ഷം രൂപ വരെ വായ്പയ്ക്ക് ദേശസാൽകൃത ബാങ്കുകൾ ഏകദേശം 9.5% പലിശയാണ് ഈടാക്കുന്നത്. ഷെഡ്യൂൾഡ് ബാങ്കുകളുടേത് 11% വരെ വരുന്നുണ്ട്. കുറഞ്ഞ പലിശയ്ക്ക് KFC, വിവിധ ക്ഷേമ കോർപ്പറേഷനുകൾ, ചില സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ നൽകി വരുന്നുണ്ട്. കൃത്യമായി താരതമ്യ പഠനം വായ്പ എടുക്കും മുമ്പ് നടത്തണം. 5-മതായി നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിനെയാണ് ലോൺ എടുക്കാൻ ആദ്യം സമീപിക്കേണ്ടത്. പ്രത്യേകിച്ചും പ്രമാണങ്ങളോ മറ്റോ ഏതെങ്കിലും ബാങ്കിൽ ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ വേണം ആദ്യം ചെല്ലേണ്ടത്. ഏതെങ്കിലും ഒരു ബാങ്കുമായി നിരന്തരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് കൂടുതൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും. ലഭിക്കുന്ന വായ്പ ഏതാവശ്യത്തിനാണോ അനുവദിച്ചത് പ്രസ്തുത ആവശ്യത്തിന് തന്നെ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ബാങ്ക് വായ്പ എടുത്ത് പ്രസ്തുത ആവശ്യത്തിന് തന്നെ സമയബന്ധിതമായി ഉപയോഗിച്ച് ധനകാര്യ സ്ഥാപനവുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്ത് കൃത്യമായി തിരിച്ചടച്ച് മുന്നോട്ട് പോകുവാനാണ് സംരംഭകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വ്യക്തിപരമായ ബാധ്യതകൾ തീർക്കാൻ സംരംഭ വായ്പകൾ ഉപയോഗിക്കരുത്. അത് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ കാരണമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.